ചെയ്യും ഞാൻ. വിശ്വാസനാടെ നോക്കി യാത്ര ചെയ്യും ഞാൻ. എന്നേശുവെ നോക്കി യാത്ര ചെയ്യും ഞാൻ. യേശുവെ നോക്കി യാത്ര ചെയ്യും ഞാൻ. വിശ്വാസനാടെ നോക്കി യാത്ര ചെയ്യും ഞാൻ. വിശ്വാസനാടെ നോക്കി യാത്ര ചെയ്യും ഞാൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വാസത്താൽ നയിക്കപ്പെടുന്നതാണ് ക്രിസ്തീയ ജീവിതം. വിശ്വാസം എന്നത് വെറും കുറേ ഉപദേശങ്ങളിൽ ഉള്ള വിശ്വാസമല്ല. യഥാർത്ഥ വിശ്വാസം ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഉള്ള വിശ്വാസമാണ്. എന്നിൽ വിശ്വസിക്കുന്നു എന്നതിനേക്കാൾ ആരിൽ വിശ്വസിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നുള്ള ഉറപ്പാണ് യഥാർത്ഥ വിശ്വാസം. നോഹയുടെ വിശ്വാസത്തെക്കുറിച്ച് എബ്രായർ 11:7 പറയുന്നത്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്താൽ ഉള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നോഹയുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഈ പ്രഭാതത്തിൽ പരിശോധിക്കാം. 1. നോഹ ചോദ്യം ചെയ്യാതെ ദൈവത്തെ വിശ്വസിച്ചു. മഴ എന്തെന്ന് ഒരറിവില്ലാതിരുന്ന കാലത്താണ് ഭൂമിയിൽ മഴ പെയ്ത് ജലപ്രളയം ഉണ്ടാവും എന്ന് ദൈവം അരുളി ചെയ്തത്. അന്നുവരെ ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയായിരുന്നു ഭൂമിയെ നനച്ചിരുന്നത്. ഉൽപ്പത്തി 2:6. മഴയെക്കുറിച്ച് ഒരു കേട്ടറിവും ഇല്ലാതിരുന്നിട്ടും ദൈവം പറഞ്ഞത് നോഹ വിശ്വസിച്ചു. ലോകത്തെ നശിപ്പിക്കും എന്ന ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് സ്വീകരിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം നൽകിയ അളവിലും രൂപത്തിലും ഗോഫർമരം കൊണ്ട് പെട്ടകം പണിതു. ദൈവം അരുളി ചെയ്തത് ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച് പെട്ടകം പണിതത് നോഹയുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. പല മുഖാന്തരങ്ങളിൽ കൂടി ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അവയെ ദൈവത്തിൻ്റെ ആലോചനകളായി സ്വീകരിച്ച് ചോദ്യം ചെയ്യാതെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാനുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഒരുപക്ഷെ ഒരിക്കലും അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും സാധിക്കാത്തവ ആയിരിക്കാം കർത്താവ് പറയുന്നത്. 40 വർഷത്തിലധികമായി മതിലുകൾ ബലവത്താക്കി കാവൽ ചെയ്തിരുന്ന യെരിഹോ പട്ടണം കൈവശപ്പെടുത്തുവാൻ യഹോവയായ ദൈവം പറഞ്ഞ മാർഗം 7 ദിവസം യോദ്ധാക്കൾ ഒന്നും മിണ്ടാതെ യെരിഹോ പട്ടണത്തെ ചുറ്റി നടക്കണമെന്നായിരുന്നു. യോശുവ 6:3. ഇസ്രായേൽ ദൈവത്തിൻ്റെ ആലോചനയെ വിശ്വസിച്ചു. 7 ദിവസം ഒന്നും സംസാരിക്കാതെ യെരിഹോ പട്ടണത്തെ ചുറ്റി നടന്നു. 7-ാം ദിവസം ഉറപ്പിച്ച് ബലപ്പെടുത്തിയ യെരിഹോ മതിൽ യുദ്ധം ചെയ്യാതെ കൈവശപ്പെടുത്തി. യോശുവ 6:20. ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ അരുളപ്പാട് പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ് വിശ്വാസ ജീവിതം. 2. വിമർശനത്തെ ഭയപ്പെടുന്നതല്ല വിശ്വാസ ജീവിതം. ജലപ്രളയം എന്തെന്ന് പോലും അറിയാതിരുന്ന കാലത്ത് ജലപ്രളയത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് പെട്ടകം നിർമ്മിച്ച നോഹയെ മറ്റുള്ളവർ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിരിക്കാം. വിമർശനങ്ങൾ ഒന്നു തന്നെ നോഹയുടെ വിശ്വാസത്തെ തകർത്തില്ല. നോഹയ്ക്കുണ്ടായതുപോലെ അല്ല എങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പരീക്ഷകൾ ഉണ്ടാവാം. നമ്മുടെ കൂടിവരവുകളെയും പ്രാർത്ഥനാ ജീവിതത്തെയും തടയുന്ന വിധത്തിൽ ഉള്ള നിയമങ്ങൾ ഉണ്ടാവാം. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾ അനവധിയാണ്. പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ ബലപ്പെടുത്തേണ്ടുന്നത് ദൈവത്തിൽ ഉള്ള വിശ്വാസം ആണ്. 3. വിശ്വാസ ജീവിതം തെറ്റിനോട് സന്ധി ചെയ്യില്ല. സകല ജഡവും ഭൂമിയിൽ തങ്ങളുടെ വഴി വഷളാക്കിയിരുന്ന കാലത്ത് ദൈവം അരുളി ചെയ്തതുപോലെ പെട്ടകം തീർത്തതിൽ കൂടി നോഹ ലോകത്തെ കുറ്റം വിധിക്കുകയാണ് ചെയ്തത്. എബ്രായർ 11:7. ദൈവത്തെ അവഗണിച്ച തലമുറയിൽ ദൈവം യാഥാർത്ഥ്യമാകുന്നു എന്ന് നോഹ പ്രവൃത്തിയിൽ കൂടി തെളിയിച്ചു. നോഹയുടെ കാലത്തെ ധാർമ്മിക നിലവാരം വളരെ അധപ്പതിച്ചതായിരുന്നു. ഉൽപ്പത്തി 6:5-6 വാക്യങ്ങൾ.
ഈ സാഹചര്യത്തിൽ നോഹ നീതിമാനായി തന്നെ ജീവിച്ചു. ദൈവത്തിൽ ഉള്ള വിശ്വാസത്തിൽ നിന്ന് രൂപപ്പെട്ട അനുസരണ നിമിത്തം നോഹയും കുടുംബവും ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ നോഹയുടെ കാലത്ത് അന്നുണ്ടായിരുന്ന ബാക്കി എല്ലാവരും അവരുടെ അകൃത്യ നിമിത്തം ശിക്ഷിക്കപ്പെട്ടു. ദൈവത്തിലുള്ള വിശ്വാസമാണ് നീതിനിഷ്ഠമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നോഹയുടെ വിശ്വാസ ജീവിതമാണ് അവനെ നീതിമാൻ എന്ന് വിളിക്കുവാനുള്ള കാരണം. നോഹയുടെ കാലം പോലെ ഈ കാലവും ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരണം. വെറും വാക്കുകളിൽ കൂടിയല്ല, ജീവിത രീതിയിൽ കൂടി മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകുവാൻ നമുക്ക് കഴിയണം. അതായത് നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരണം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ കണ്ടുകൊണ്ട് അനേകർ അവരുടെ വിശ്വാസ ജീവിതത്തെ രൂപീകരിക്കുവാൻ ക്രമീകരിക്കുവാൻ ഇടയാകണം. അനേകരിൽ രക്ഷയുടെ അനുഭവം ഉണ്ടാവണം. അതായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കർത്താവെ, ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പാനും തെറ്റിനോട് സന്ധി ചെയ്യാതിരിപ്പാനും ഉള്ള വിശ്വാസം എനിക്കും തരണമേ. ആമേൻ. വിളിച്ചവനെന്നും വഴി നടത്തും, വിശ്വസ്തനെന്നും അന്ത്യം വരെ. വിളിച്ചവനെന്നും വഴി നടത്തും, വിശ്വസ്തനെന്നും അന്ത്യം വരെ. വിണ്ണിൽ ദൂതർ സ്വർഗീയനാദവും വാനിൽ കേൾക്കും അന്നാളിൽ. വിണ്ണിൽ ദൂതർ സ്വർഗീയനാദവും വാനിൽ കേൾക്കും അന്നാളിൽ. ശുഭ്രവസ്ത്രധാരികൾ ഞാൻ ശുദ്ധരോടൊന്നിച്ചു പാടും ഹല്ലേലൂയ ഗീതങ്ങൾ. ശുഭ്രവസ്ത്രധാരികൾ ഞാൻ ശുദ്ധരോടൊന്നിച്ചു പാടും ഹല്ലേലൂയ ഗീതങ്ങൾ. ഹല്ലേലൂയ ഗീതങ്ങൾ, ഹല്ലേലൂയ സ്തുതിഗീതങ്ങൾ. വിശ്വാസ നാടെ നോക്കി യാത്ര ചെയ്യും ഞാൻ, വിശ്വാസ